ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. എല്ലാവരോടും കരുണയുള്ളവനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഐശ്വര്യവും അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തായി മാറും. എല്ലാ കാര്യങ്ങളും നമുക്കിനി അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിൻ്റെയും പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ലോകത്തുള്ള സർവവസ്തുക്കളുടെയും രക്ഷിതാവും നിർമ്മാതാവും പരിപാലിക്കുന്നവനും അള്ളാഹുവാണ്. ലോകത്ത് ആരെ പ്രകീർത്തിച്ചാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനമായ സ്തുതി ലഭിക്കുന്നത് അള്ളാഹുവിനാണ്. കാരണം ലോകത്ത് നടക്കുന്ന ഏത് കാര്യത്തിൻ്റെയും നാഥൻ അള്ളാഹുവാണ്. എന്നാൽ നാം ഒരു വസ്തുവിൻ്റെ ഭംഗിയെ സ്തുതിച്ചാൽ അതിൻ്റെ ശരിയായ സ്തുതി ലഭിക്കുന്നത് അതിൻ്റെ നിർമ്മാതാവായ അള്ളാഹുവിനാണ്. എല്ലാവരോടും കരുണയുള്ളവനും പരമകാരുണ്യകനുമായ അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ സൃഷ്ടിച്ചതാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹു നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായവൻ. അള്ളാഹു നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ഒരു നാൾ വിചാരണപ്പെടുന്നതാണ്. അതിനത്തെ ഖിയാമത്ത് നാളെ എന്ന് പറയുന്നു. അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും സർവാധികാരവും. ഇന്ന് അധികാരങ്ങളായി കഴിയുന്നവരുടെ അധികാരം അന്നില്ലാതാകുന്നതാണ്. ആർക്കും ഒന്നിനും സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതല്ല. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് നന്മ ചെയ്തവർക്ക് സ്വർഗവും അള്ളാഹുവിനെ അനുസരിക്കാതെ തിന്മ ചെയ്തവർക്ക് നരകവും പ്രതിഫലമായി നൽകുന്ന ദിവസമാണത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നോട് മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യും. നാം ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. അവനുള്ള ആരാധനയിൽ മറ്റാരെയും പങ്കു ചേർക്കരുത്. നമുക്ക് എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാം. എല്ലാ പ്രവർത്തനങ്ങളിലും വിജയത്തിനും ആപത്തുകളിൽ നിന്നും രക്ഷയ്ക്കും നമുക്ക് അള്ളാഹുവിനെ മാത്രം വിളിക്കാം. ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. ഈ ലോകത്ത് മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. അതിൽ ഏറ്റവും വലിയ ആവശ്യം ഹിദായത്ത് ലഭിക്കലും നേരായ മാർഗത്തിൽ നിലനിൽക്കാൻ സാധിക്കലുമാണ്. നേരായ മാർഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും നേരായ മാർഗത്തിലൂടെയാകാൻ നാം ദുആയിരക്കണം. നമ്മുടെ ഭൗതികവും പാരത്രികവുമായ വിജയം ഇസ്ലാമിക മാർഗത്തിലാണുള്ളത്. അതുപേക്ഷിച്ച് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നാം പരാജയം രുചിക്കുന്നതാണ്. നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ. ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളും മതങ്ങളും നേരായ പാത തങ്ങളുടേതാണെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ നേരായ പാത അള്ളാഹുവിൻ്റെ പാത മാത്രമാണ്. അള്ളാഹു അനുഗ്രഹം ചൊല്ലുന്നവരുടെ മാർഗത്തെക്കുറിച്ചാണ് നേരായ പാത എന്ന് പറയുന്നത്. അള്ളാഹു അനുഗ്രഹം ചൊല്ലുന്നവർ 4 വിഭാഗമാണ്. 1. അമ്പ്യാക്കൾ. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനായി അള്ളാഹു തിരഞ്ഞെടുത്ത മഹാന്മാരാണ് അമ്പ്യാക്കൾ. 2. സിദ്ദീഖുകൾ. അമ്പ്യാക്കളുടെ വാക്കുകൾ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നത പദവിയിലെത്തിയവരാണ് അവർ. ഇവരെ നാം ഔലിയാക്കൾ എന്നും വിളിക്കുന്നു. 3. ശുഹദാക്കൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ ത്യജിച്ചവരെ കുറിച്ചാണ് ശുഹദാക്കൾ എന്ന് പറയുന്നത്. 4. സ്വാലിഹീങ്ങൾ. നേരായ മാർഗത്തിൽ ജീവിച്ചവരാണ് അവർ. അവരെ നാം നല്ലവർ അഥവാ ദീനുള്ളവർ എന്ന് വിളിക്കുന്നു.
غير المغضوب عليهم ولا الضالين. കോപത്തിനിരയായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ല. കോപത്തിനിരയായവർ രണ്ട് വിഭാഗമാണ്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കാത്തവർ, നബിമാരുടെ കൽപ്പനകൾ അവഗണിച്ച് നിന്ദിച്ചവർ. ഇക്കാരണങ്ങളാൽ ഇവരിലേക്ക് അള്ളാഹുവിൻ്റെ കോപമിറങ്ങി. ഇവർ യഹൂദികളോ ഇതര സമൂഹമോ ആകാം. രണ്ട്, അറിവില്ലായ്മ കൊണ്ട് നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നവർ. ഇവർ ക്രിസ്ത്യാനികളോ ഇതര സമൂഹമോ ആകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.